ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ 2 ലെൻസസ് ആണ്. ഓക്കെ, ഇതിൽ ലെൻസിൻ്റെ എല്ലാ വശങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നുള്ള എല്ലാ ടോപ്പിക്കും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ലെൻസസ് എന്നുള്ള ടോപ്പിക്കാണ്. എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം വിത്ത് സ്പെറിക്കൽ സർഫസസ്. ഒരു ലെൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്. അതിൻ്റെ രണ്ട് സൈഡും ഒരു സ്പെറിക്കൽ സർഫസസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ട് ടൈപ്പ് ലെൻസാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൺവെക്സ് ലെൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൺകേവ് ലെൻസ്. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. കോൺവെക്സ് ലെൻസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദ മിഡിൽ പാർട്ട് ഈസ് തിക്കർ, ദ എഡ്ജസ് ആർ തിന്നർ. കോൺകേവിലോ ദ മിഡിൽ പാർട്ട് ഈസ് തിന്നർ, ദ എഡ്ജസ് ആർ തിക്കർ. കോൺവെക്സിലോട്ട് തിരിച്ചു വന്നാൽ മേക്ക് ദ ഒബ്ജക്ട്സ് അപ്പിയർ ലാർജർ. കോൺകേവിലോ മേക്ക് ദ ഒബ്ജക്റ്റ് അപ്പിയർ സ്മാളർ. അടുത്ത ഒരു വ്യത്യാസമായിട്ട് വരുന്നത് ദ കോൺവെക്സ് ലെൻസ് ക്യാൻ കൺവേർജ് ലൈറ്റ് റേസ് ടു എ സിംഗിൾ പോയിന്റ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഡയഗ്രാമിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കൺവേർജ് ലൈറ്റ് റേ ടു എ സിംഗിൾ പോയിന്റ്. കോൺകേവ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ കനോട്ട് കൺവേർജ് ലൈറ്റ് റേ ടു എ സിംഗിൾ പോയിന്റ്. The convex lenses are used in microscope, telescope, cameras and projectors. The concave lenses are used in door lens and flashlight. The next topic is how to identify lenses. Convex ലെൻസിനെ എങ്ങനെ തിരിച്ചറിയാം? When observing letters through a convex lens and moving the lens to one side, the letters seen through the lens appear to move in the opposite direction. Concave lensillo, when observing letters through a concave lens and moving the lens to one side, the letters can see through the lens appear to move in the same direction as the movement of the lens. ഇങ്ങനെ കോൺവെക്സ് ലെൻസിനെയും കോൺകേവ് ലെൻസിനെയും നമുക്ക് തിരിച്ചറിയാം. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് റിഫ്രാക്ഷൻ ഇൻ ലെൻസസ് ആണ്. വെൻ ലൈറ്റ് പാസസ് ത്രൂ എ ലെൻസ് റിഫ്രാക്ഷൻ ഒക്കർ ട്വൈസ്. ഒരു ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ രണ്ട് തവണ റിഫ്രാക്ഷൻ സംഭവിക്കും. എ ലെൻസ് ഹാസ് ടു റിഫ്രാക്റ്റിംഗ് സർഫസസ്. ഒരു ലെൻസിന് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേംസ് റിലേറ്റഡ് ടു എ ലെൻസസ്. ഒരു ലെൻസുമായി ബന്ധപ്പെട്ട ടേംസ്. അതിൽ ഒന്നാമത്തതാണ് ഒപ്റ്റിക് സെൻറ്റർ. ഒ എന്നുള്ള ലെറ്ററാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ സെൻറ്റർ പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് ദി ഒപ്റ്റിക്കൽ സെൻറ്റർ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലെ പോലെ ഒരു ലെൻസിൻ്റെ സെൻറ്റർ പോയിന്റിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക് സെൻറ്റർ. സെക്കൻഡ് ടേം ആണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. ദ സെൻറ്റർ ഓഫ് ദി സ്പിയർ ആർ കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അതായത് ഏതൊരു ലെൻസും സ്പിയറിൻ്റെ ഭാഗമാണ്. ആ സ്പിയറിൻ്റെ സെൻറ്റർ പോയിന്റിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് കർവേച്ചർ ടു ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഈസ് കോൾഡ് ദി റേഡിയസ് ഓഫ് ദി കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ ആർ. തേർഡ് ടേം ആണ് ഒപ്റ്റിക് ആക്സിസ്. ദ ഇമേജിനറി ലൈൻ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ and the optical center of a lens is called the principal axis. അതായത് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഒരു ഇമേജിനറി ലൈനാണ്. അത് 2Fയിലൂടെ എഫിലൂടെ ഒയിലൂടെ കടന്നു പോകുന്ന ആ ഇമേജിനറി ലൈനിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക് ആക്സിസ്.
The fourth term is aperture. The extent of the part of a lens through which light passes is called the aperture. In instruments like cameras and microscope, the aperture can be adjusted. അതായത് ക്യാമറയിൽ കാണുന്ന അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ കാണുന്ന അപ്പർച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ടേമാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അത് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് the light ray incident on a convex lens converge to a point on the other side of the lens after refraction. This point is called the principal focus. A lens has two principal focus and it also real. ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി നമുക്ക് കോൺകേവിൻ്റെ പരിശോധിക്കാം. The ray of light incident on a concave lens diverge after refraction. This ray appear to come from a point on the same side as the incident rays. This point is principal focus. A lens has two principal focus and it is also virtual. അപ്പോൾ കോൺവെക്സ് റിയലും കോൺകേവ് വിർച്വലുമാണ്. കറക്റ്റായിട്ടുള്ള ഡയഗ്രാമാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. ആറാമത്തെ ടേമാണ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിനെ സ്മോൾ ലെറ്റർ എഫ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ടു ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്. അതായത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നും ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. കറക്റ്റായിട്ട് ഡയഗ്രാമിൽ കാണിക്കുന്നുണ്ട് കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും. ദ ഫോക്കൽ ലെങ്ത് ഈസ് ദി ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് റേഡിയസും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ആർ ബൈ ടു. അല്ല എന്നുണ്ടെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു 2f. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ദ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ഈസ് എ വേ ടു ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് പറഞ്ഞ പേരാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. അടുത്തതായി ഒരു പുതിയ ടോപ്പിക്കാണ് ലൈറ്റ് റേ പാസിംഗ് ത്രൂ ഡിഫറെൻറ്റ് പാസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് റൂൾസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ദ പാത്ത് ഓഫ് എ ലൈറ്റ് റേ പാസിംഗ് ത്രൂ ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഡസ് നോട്ട് ഡീവിയേറ്റ്. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേ ഡീവിയേറ്റ് ചെയ്യില്ല, അത് നേരെ അങ്ങോട്ട് പോകും. രണ്ടാമത്തതാണ് എ ലൈറ്റ് റേ ഇൻസിഡന്റ് ഓൺ ദി ലെൻസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദി അതർ സൈഡ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. മൂന്നാമത്തതാണ് ദ ലൈറ്റ് റേ പാസിംഗ് ത്രൂ ഫോക്കസ് ഓഫ് ദി കോൺവെക്സ് ലെൻസ് പാസസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഫോക്കസിലൂടെ വരുന്ന ഒരു റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായി കടന്നു പോകുന്നു. അടുത്തത് ഒരു പുതിയ ടോപ്പിക്കാണ് റേ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ. അതിൽ ഒന്നാമത്തെ ഹെഡിങ് ആണ് ഒബ്ജക്റ്റ് പൊസിഷൻ ഈസ് ബിയോണ്ട് 2f. ആ കോൺവെക്സ് ലെൻസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് 2fന് പിറകിലാണ്. 2fന് പിറകിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇമേജ് ഫോം ചെയ്യും. എങ്കിൽ ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ ഏതെല്ലാം?
the position of the image is on the opposite side between 2f and f. The image is real. The image is inverted. The image is smaller. രണ്ടാമത് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് 2f-ലാണ്. 2f-ൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇമേജ് ലഭിക്കും. എങ്കിൽ ആ ഇമേജിൻ്റെ പ്രത്യേകതകളോ? ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് അറ്റ് 2f. ദ ഇമേജ് ഈസ് റിയൽ. ദ ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ദ ഇമേജ് ഈസ് സെയിം സൈസ്. മൂന്നാമതായി ഒബ്ജക്റ്റ് വെക്കുന്നത് 2f-ൻ്റെയും f-ൻ്റെയും ഇടയിലാണ്. ദ ഒബ്ജക്റ്റ് പൊസിഷൻ ഈസ് ബിറ്റ്വീൻ 2f ആൻഡ് f. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇമേജ് ലഭിക്കും. ഇമേജിൻ്റെ പ്രത്യേകതകളോ? ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ഓൺ ദി opposite side beyond 2f. The image is real, the image is inverted and the image is magnified. നാലാമതായി ഡിസ്കസ് ചെയ്യുന്നത് പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് എഫ്. എഫിലാണ് ഒബ്ജക്റ്റ് വെച്ചത് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ആയിരിക്കും അതിൻ്റെ ഡയഗ്രാം വരിക. അതിൻ്റെ ഇമേജിൻ്റെ പ്രത്യേകതകൾ: ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. ദ ഇമേജ് ഈസ് റിയൽ. ദ ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ദ ഇമേജ് ഈസ് വെരി ലാർജ്. അഞ്ചാമതാണ് ദ ഒബ്ജക്റ്റ് പൊസിഷൻ ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഒബ്ജക്റ്റ് വെക്കുന്നത് എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ്. എങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇമേജ് ഫോം ചെയ്യും. ഇമേജിൻ്റെ പ്രത്യേകതകൾ: ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ഓൺ ദി സെയിം സൈഡ് ആസ് ദി ഒബ്ജക്റ്റ് ബിഹൈൻഡ് ദി ലെൻസ്. ദ ഇമേജ് ഈസ് വിർച്വൽ. ദ ഇമേജ് ഈസ് ഇറക്റ്റ് ആൻഡ് ദ ഇമേജ് ഈസ് മാഗ്നിഫൈഡ്. അടുത്ത പുതിയൊരു ടോപ്പിക്കാണ് വിർച്വൽ ഇമേജസ് ആൻഡ് റിയൽ ഇമേജസ്. വിർച്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ ഇമേജ് ദാറ്റ് കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ ദി സ്ക്രീൻ ബട്ട് ക്യാൻ ബി സീൻ ബൈ അസ് ആർ കോൾഡ് വിർച്വൽ ഇമേജ്. അതായത് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജുകളാണ് വിർച്വൽ ഇമേജസ്. രണ്ടാമത് റിയൽ ഇമേജസ് ആണ്. ഇമേജസ് ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ ആർ കോൾഡ് റിയൽ ഇമേജസ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്ന ഇമേജുകളാണ് റിയൽ ഇമേജസ്. അടുത്തത് ഒരു പുതിയ ടോപ്പിക്കാണ് ലൈറ്റ് റേ പാസിംഗ് ത്രൂ ഡിഫറൻറ്റ് പാസ് ഇൻ എ കോൺകേവ് ലെൻസ്. ഒരു കോൺകേവ് ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് നിയമങ്ങളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ പാത്ത് ഓഫ് എ ലൈറ്റ് റേ പാസിംഗ് ത്രൂ ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഡസ് നോട്ട് അണ്ടർഗോ ഡീവിയേഷൻ. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേ ഡീവിയേഷൻ സംഭവിക്കുന്നില്ല, അത് നേരെ അങ്ങോട്ട് പോകും. രണ്ടാമതാണ് എ ലൈറ്റ് റേ ഇൻസിഡന്റ് ഓൺ ദി ലെൻസ് പാരലൽ ടു ഇറ്റ്സ് പ്രിൻസിപ്പൽ ആക്സിസ് അപ്പിയർ ടു പാസ് ത്രൂ ദി ഫോക്കസ് ഓൺ ദി സെയിം സൈഡ്. അതായത് ഒരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ റിഫ്രാക്ഷൻ സംഭവിക്കും. അത് വരുന്നത് ഒരു പോയിന്റിൽ നിന്ന്, അതായത് ഫോക്കസിൽ നിന്ന് വരുന്നതായി തോന്നുന്നു. മൂന്നാമതാണ് ലൈറ്റ് റേ പാസിംഗ് ത്രൂ ദി ലെൻസ് ടുവേർഡ്സ് ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് എമർജ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ഓൺ ദി അതർ സൈഡ്. ഈ 3 റൂൾസാണ് ഒരു കോൺകേവ് ലെൻസുമായി ബന്ധപ്പെട്ടത്. അടുത്തതായി ഒരു പുതിയ ടോപ്പിക്കാണ് ഇമേജ് ഫോർമേഷൻ ഇൻ എ കോൺകേവ് ലെൻസ്. അതിൽ ഒന്നാമത്തെ സൈഡ് ഹെഡിങ് ആണ് പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. നമ്മൾ ഒബ്ജക്റ്റിന് എഫിൻ്റെയും 2f-ൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജിൻ്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. എങ്കിൽ അതിൻ്റെ പ്രത്യേകതകളോ? ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ്. ഇമേജ് ഈസ് വിർച്വൽ, ഇമേജ് ഈസ് ഇറക്റ്റ് ആൻഡ് ഇമേജ് ഈസ് സ്മോളർ. രണ്ടാമതായിട്ടുള്ള ഹെഡിങ് ആണ് പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്.
എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജിൻ്റെ പ്രത്യേകതകളാണ് പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ആൻഡ് ഇമേജ് ഈസ് വിർച്വൽ, ഇമേജ് ഈസ് ഇറക്റ്റ് ആൻഡ് ഇമേജ് ഈസ് സ്മോളർ. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് കോൺകേവ് ലെൻസിൽ എവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലും ഒരേപോലെ ഒരേ പ്രത്യേകതയുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. അടുത്തത് ഒരു പുതിയ ടോപ്പിക്കാണ് ലെൻസ് ഫോർമുല. അതായത് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതിൽ നിന്നും എഫും വിയും യും കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഈസ് ഈക്വൽ ടു uv ഡിവൈഡഡ് ബൈ u മൈനസ് v. u ഈസ് ഈക്വൽ ടു vf ഡിവൈഡഡ് ബൈ f മൈനസ് v. v ഈസ് ഈക്വൽ ടു uf ഡിവൈഡഡ് ബൈ u പ്ലസ് f. ഇതിൽ നിന്നും ഓരോ ലെറ്ററുകളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എഫ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക്കൽ സെന്റർ ടു ദി ഫോക്കസ്. യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക്കൽ സെന്റർ ടു ദി ഒബ്ജക്റ്റ്. V is for distance from the optical center to the image. And HO means height of the object. And HI is height of the image. Next topic ആണ് Cartesian sign convention. While solving numerical problems using the lens formula, appropriate sign must be assigned to the measurement. അതായത് ലെൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിന് അനുസൃതമായ ചിഹ്നങ്ങൾ സൈൻ നമ്മൾ നൽകേണ്ടതുണ്ട്. അതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അടുത്തതായി കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിലെ റൂൾസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് മെഷർമെന്റ് ഷുഡ് ബി ടേക്കൺ ഫ്രം ദി ഒപ്റ്റിക്കൽ സെന്റർ. ഏതൊരു മെഷർമെന്റും ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ഈസ് ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ as the object are taken as negative. ഒബ്ജക്റ്റ് നിൽക്കുന്ന ഭാഗത്തെ മെഷർമെന്റ് അത് നെഗറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി ഒബ്ജക്റ്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഒബ്ജക്റ്റ് നിൽക്കുന്നതിൻ്റെ ഒപ്പോസിറ്റ് സൈഡിലെ മെഷർമെന്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്രൈറ്റ് മെഷർമെന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. അതായത് നിവർന്ന് നിൽക്കുന്ന മെഷർമെന്റുകളൊക്കെ പോസിറ്റീവ് ആയിരിക്കും. ഇൻവേർട്ടഡ് മെഷർമെന്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇത്രയും റൂളുകളാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനുമായി ബന്ധപ്പെട്ടത്. അടുത്തതായി ഒരു പുതിയ ടോപ്പിക്കാണ് മാഗ്നിഫിക്കേഷൻ. Magnification indicate how many times the height of the image is compared to the height of the object. അല്ല എന്നുണ്ടെങ്കിൽ magnification is the ratio of the height of the image to the height of the object. Magnification has no unit. Magnification calculate ചെയ്യാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. The first one is V divided by U and the second one is HI divided by HO. If the magnification is positive, the image will be upright and virtual. If the magnification is negative, the image will be inverted and real. If the magnification is less than 1, the image will be smaller than the object. If the magnification is greater than 1, the image will be larger than object. If the magnification is 1, the size of the object and image will be equal. Next topic is power of a lens. The power of a lens is its ability to converge or diverge the light ray falling on it. And the power of a lens is the reciprocal of focal length measured in meter. മീറ്ററിലുള്ള ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കൽ ആണ് പവർ. Then the SI unit of the power is diopter. A lens with a shorter focal length will be greater power. A lens with a longer focal length will have less power.
The power of a convex lens is considered positive and the power of a concave lens is considered negative. എങ്കിൽ പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു 1/f ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു 1/p. അടുത്തതായി ഒരു പുതിയ ടോപ്പിക്കാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ വെരി സ്മോൾ ഒബ്ജക്റ്റ്. ഒരു ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസ്, സെക്കൻഡ് വൺ ഈസ് ഐ പീസ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാൽ ദ ലെൻസ് പ്ലേസ്ഡ് നിയർ ദി ഒബ്ജക്റ്റ് ടു ബി ഒബ്സർവ്ഡ് ഈസ് കോൾഡ് ദി ഒബ്ജക്റ്റീവ് ലെൻസ്. നമ്മൾ കാണാൻ, നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ ഒബ്ജക്റ്റിൻ്റെ തൊട്ട അടുത്ത് വെക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഈ ലെൻസ് കോൺവെക്സ് ലെൻസാണ്. അതേപോലെ it will have greater power and a shorter focal length. The thickness will be greater for objective lens. ഇനി ഐ പീസ് ലെൻസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ the lens used to observe the image formed by the objective lens is called eyepiece lens. Is a convex lens. It will have a longer focal length and less power. The thickness of the eyepiece lens will be less. അടുത്ത ടോപ്പിക്കാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഫങ്ഷൻസ് ഓർ ഓപ്പറേഷൻസ്. സ്റ്റെപ്പ് 1. Place the object to be observed between f and 2f of the objective lens. Step 2. The light ray from the object pass through the objective lens and form an image beyond 2f. Step 3. The image formed by the objective lens will be located beyond 2f. The step 4 is the image formed by the objective lens serves as the object for the eyepiece. Step 5. Its position will be between the optical center and the focus of the eyepiece. Step 6. The image of the object can be seen greatly magnified through the eyepiece lens. സ്ക്രീനിൽ കാണുന്ന ഡയഗ്രാമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാം. അതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ഐ പീസ് ലെൻസിൻ്റെയും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. എങ്കിൽ ആ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ ലാർജ് ആയിരിക്കും. ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ഇമേജ് ഈസ് റിയൽ. ഐ പീസ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ ദ ഇമേജ് ഈസ് വെരി ലാർജ്, ഇമേജ് ഈസ് ഇറക്റ്റ് ആൻഡ് ഇമേജ് ഈസ് വിർച്വൽ. ലാസ്റ്റ് ടോപ്പിക്കാണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. A telescope is an instrument used to clearly observe very distant object. ദൂരെയുള്ള വസ്തുക്കളെ, ഒബ്ജക്റ്റുകളെ കാണാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. ഇതിനും ഉണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ദ ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഐ പീസ് ലെൻസ്. ആദ്യം ഒബ്ജക്റ്റീവ് ലെൻസ് നമുക്ക് പരിശോധിക്കാം. ലൈറ്റ് ഫ്രം വെരി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് റീച്ചസ് ദി ടെലിസ്കോപ്പ് ത്രൂ ദി objective lens. This lens will be convex lens. It will have a longer focal length and less power. The thickness will be less. ഇനി ഐ പീസ് ലെൻസിലോട്ട് പോയാലോ, the lens used to observe the image formed by the objective lens is the eyepiece lens. It is a convex lens. It will have a shorter focal length and greater power. The thickness is greater. ഇതാണ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിലെ ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസിൻ്റെയും പ്രത്യേകതകൾ. അടുത്തതായി ഒരു റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിലെ ഇമേജ് ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പറേഷൻ. സ്റ്റെപ്പ് 1.
The light ray from very distant object converge at the focal plane of the objective lens and form an image. Step 2. The position of the image formed by the objective lens will be between the focus and the optical center of the eyepiece lens. Step 3. This image acts as the object for the eyepiece lens. സ്ക്രീനിൽ കാണുന്ന ഡയഗ്രാമാണ് ടെലിസ്കോപ്പിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാം. ഇനി നമുക്ക് ഇമേജിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കാം. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ്, ദ ഇമേജ് ഷുഡ് ബി സ്മോളർ, ദ ഇമേജ് ഈസ് ഇൻവേർട്ടഡ്, ദ ഇമേജ് ഈസ് റിയൽ. ഐ പീസ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളോ, ദ ഇമേജ് ഈസ് ലാർജ്, ദ ഇമേജ് ഈസ് ഇറക്റ്റ് ആൻഡ് ദ ഇമേജ് ഈസ് വിർച്വൽ. ഇതോടുകൂടി ലെൻസസ് എന്നുള്ള യൂണിറ്റ് അവസാനിച്ചു. ലെൻസസ് യൂണിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ബൈ.